ഹലോ വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേജ് 1 10th ലെവൽ പ്രിലിംസ് 2024 ചോദിച്ച സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? 1908 തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അവിടെ തന്നെ പോയി. 1908 അല്ല, 1809 അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചത് ശരിയായവ ഏതാണ്? അപ്പോൾ 2, 3, 4 ശരിയാണ്. ഏത് തെറ്റാണ്? ആദ്യത്തേത് തെറ്റാണ്. അടുത്തത്, വയനാട്ടിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. ശരിയല്ലാതെ തെറ്റി. കലാപത്തിലെ പ്രധാന നേതാവായ പാലിയത്തച്ഛനാണോ? അല്ല, അതും തെറ്റി. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. നമ്മളോട് തെറ്റായത് എന്നാട്ടോ ചോദിച്ചത്. അപ്പോൾ ഏതാണ്? 3ഉം 2ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായതേത്? ഇവിടെ ആൻസർ എല്ലാം ശരിയാണ് കേട്ടോ. അതായത് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. നേടുന്ന ആദ്യ ഏഷ്യ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിൻ്റെ മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥയാണ്. അപ്പം എല്ലാം ഇവിടെ ശരിയായിട്ടാണ് വരുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ശരിയല്ലേ? അതെ. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. അതും ശരിയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. അത് തെറ്റല്ലേ? 1924 ദെൻ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനം. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചത് ശരിയായതാണ്. അപ്പോൾ ഏതാണ് തെറ്റ്? 3 തെറ്റാണ്. 1ഉം 2ഉം 4ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? 16ാം ഉച്ചകോടി കസാനിൽ നടന്നത്. ശരിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അല്ല, അത് റഷ്യയിലാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം അതുപോലെ തന്നെ 4ഉമാണ്. ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ്. അപ്പോൾ നമ്മൾ ബ്രിക്സ് എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നവോത്ഥാനം, വൈകുണ്ഠസ്വാമികൾ ചോദിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര നെഗറ്റീവ് അടിക്കുന്നുണ്ട്, ഏതൊക്കെ അറിയില്ല എന്നൊന്ന് നോട്ട് ചെയ്യുക. അടുത്തത് ISROനെ പറ്റിയിട്ടാണ്. ISRO സ്ഥാപിച്ചത് 1998 അല്ല, 1969 ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയാണ്. അല്ലല്ലോ. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പം 6ൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി 3ഉം 4ഉം ആണ് ശരി. അടുത്തത്, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തതിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അല്ലേ? അതെ. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലാണ്. അല്ല, ഓഫീസ് സ്ഥിതി ചെയ്തത് എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി MK സാനു, ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ അല്ല കിട്ടിയത്. 2024 കറണ്ട് അഫയേഴ്സ് ആണ്. അന്ന് ഓടക്കുഴൽ കിട്ടിയത് K അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിനായിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ആണ് അതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ 2024 അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മളിത് 2025 26 ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ശരിയായ കാലക്രമണം ഏത് എന്നാണ് ചോദിച്ചത്. അത് ആദ്യം നോക്കുകയാണെങ്കിൽ ആദ്യം മലബാർ കലാപം നടന്നു. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അത് കഴിഞ്ഞിട്ട് അതിർത്തി ഗാന്ധിയുടെ മരണം. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് ഏതാണെന്ന് നോക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 ശരിയാണ്. KMRL ആണ് അതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതും ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതും ശരിയാണ്. പിന്നെ അതിൽ തെറ്റായിട്ടുള്ളത് ഇന്ത്യയിലെ 18ാമത്തെ വാട്ടർ മെട്രോ അല്ല കേട്ടോ ആൻസർ വരുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ആണ് ശരി. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചി മെട്രോ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് വിഴിഞ്ഞാൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്രത്തോളം ശരിയായി? അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡെയിലി 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് നോക്കാം.